എന്താണ് ഇഷ്ടപ്പെട്ട സിനിമ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ ആടുജീവിതം ടൈപ്പ് കൊള്ളാം, അടിപൊളി. അടിപൊളി. മസ്റ്റ് വാച്ച് മൂവിയാണ്. നമുക്കൊരു ഹോളിവുഡ് മൂവിയൊക്കെ മോളിവുഡിൽ വന്നാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ മൂവി. ആസിഫ് അലി ഒരു രക്ഷയില്ല, കിട്ടിലും പെർഫോമൻസ്, എന്താ വാക്കുകളില്ല പറയാം. അമലാപ്പോളും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, ഷറഫുദ്ദീനും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും സൂപ്പർ മേക്ക് ഓവർ, നല്ല ഡയറക്ഷൻ, നല്ല ക്യാമറ വർക്ക്, മൊത്തത്തിൽ 100% കംപ്ലീറ്റ്ലി നല്ലൊരു മൂവി. എല്ലാ ഏരിയയിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രില്ലറാണ്, എല്ലാവരും കാണും. അടിപൊളി, അമേസിംഗ് പെർഫോമൻസസ്, ലവ്ലി ഡയറക്ഷൻ. താങ്ക് യു. ആസിഫ് അലി പെർഫോമൻസ് ഫുൾ എന്റർടൈൻമെന്റ്, ഫുൾ എന്റർടൈൻമെന്റ്. ത്രില്ലർ. ഏത് ജോണർ മൂവിയാണ്? ഏത് ജോണർ മൂവി ജോണർ? Thriller and beautiful performances by Amla, Asif, and the frames are very international. Lovely direction by Arfaz. Has done an amazing job. Yeah. Thank you so much. Thank you. Everybody must watch it. Must watch. Amla Asif has done a fab job. Amla Paul has outstanded. She has really performed really well. Thank you. Thriller genre. Definitely. Suspense thriller. ഭയങ്കര ഹാപ്പിയാണ്. പ്രേക്ഷകര് ഇതുവരെ ഞാൻ അഭിപ്രായം കേട്ടില്ല. ഞാൻ ഫസ്റ്റ് ഷോ ഇപ്പോൾ ഫസ്റ്റ് ഷോ അല്ലേ, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. ഇവിടെ അതെ എന്താണ്, അതെ 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 തിയേറ്ററിൽ ഇപ്പൊ കണ്ട ആൾക്കാരുടെ അടുത്ത് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നു, പോസിറ്റീവ് റെസ്പോൺസ്. അപ്പൊ ഇനിയിപ്പം ലെറ്റ്സ് സീ. എന്തായാലും വൈ നോട്ട്, ഓഫ് കോഴ്സ്. അതെ അതെ തീർച്ചയായിട്ടും. ആസിഫ് ഇങ്ങനെ പല പല ഭയങ്കര വെറൈറ്റി റോൾസ് കൊണ്ട് ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മൾ ഞെട്ടിച്ചിട്ടിരിക്കുക. കൂമിന് ശേഷം ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു വിയേർഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്റൻസ് പെർഫോമൻസ്. ആസിഫിന്റെ കൂടെ ഞാൻ അപ്പോഴും അഭിനയിക്കുമ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇതൊരു ആസിഫിന്റെ ശരിക്കും കരിയറിൽ ഒരു നല്ലൊരു ഫിലിം ആയിരിക്കും എന്ന്. അതെ അതെ എക്സാക്ട്ലി അതാ പറയാം. സ്ലോ ബേണർ എന്ന് പറഞ്ഞിരുന്നല്ലോ, സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിക്ക് ചെയ്ത് പിന്നെ പെട്ടെന്ന് നമ്മളെ ഹുക്ക് ചെയ്യുന്ന പോലത്തെ ഒരു പടമാണ്. ഒരു വെറൈറ്റി സിനിമയാണിത്. അപ്പൊ എല്ലാവരും ഗിവ് ഇറ്റ് എ ട്രൈ. ഓഡിയൻസ് എല്ലാവരും കാണുക. And so much for your love. Thank you. ഡിസ്റ്റോട് ഡിസ്റ്റാണ്. അവസാനം ഒരു കാരണവശാലും പ്രതീക്ഷിക്കില്ല ഈ സാധനം എങ്ങനെയാണോ അത്രമാത്രം ഡിസ്റ്റാണ്. ക്ലൈമാക്സിൽ അത് പറഞ്ഞത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഡിസ്റ്റ്. അതുപോലെ എല്ലാവരുടെ റിക്വസ്റ്റ് ഉണ്ട് ഈ പടത്തിന്റെ ട്വിസ്റ്റുകളൊന്നും ഓൺലൈനിൽ എഴുതി റിവ്യൂസ് ആയാലും എഴുതുമ്പോൾ നിങ്ങൾ അതാണ് ഈ ഫിലിമിന്റെ ഹൈലൈറ്റ്. അപ്പൊ അത് റിവീൽ ചെയ്യാത്ത രീതിയിൽ ഓഡിയൻസ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യണം എന്ന് ഉള്ള റിക്വസ്റ്റ്. ഓഫ് അർഫാസ് ചോദിക്കോ എന്താണ്? ഞങ്ങളുടെ സിനിമയുടെ ഡയറക്ടറാണ് അർഫാസ്. ഇൻട്രൊഡ്യൂസിങ് അർഫാസ് അലി. ഇത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും DOPയുടെയും മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആദ്യത്തെ മലയാളം റിലീസാണ്. അപ്പോൾ കുറേ ഡെബ്യൂട്ടൻസ് ഉണ്ട് ഇതിൽ. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഒരു ഷോയും കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന് ക്രൂ ആയിരുന്നു അധികവും, അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ നല്ലത് പറയുള്ളൂ. പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് വിൽ വർക്ക് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണാം. അല്ല, അതിൽ ഏറ്റവും സേഫ് മലയാളത്തിൽ ചെയ്യുന്നത് തന്നെയായിരുന്നു. കാരണം മലയാളം ഓഡിയൻസ് ആണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ്. അതുകൊണ്ടാണ് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരുന്നതും. ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സിന് ബാക്കി സ്റ്റേറ്റ്സിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവിടുത്തെ ഓഡിയൻസ് ഇത്രയും സെൻസിബിൾ അല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനത്തെ സിനിമകൾ വരാത്തത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹോപ്പ്ഫുൾ ആൻഡ് ഐ റിയലി ഹോപ്പ് പീപ്പിൾ വിൽ ഗോ വാച്ച് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് give us their love. സെക്കൻഡ് പാർട്ട് വരാൻ പാടില്ല. ഓ ഇല്ല, സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജിൻഡോപ്പിന് ഒരു ട്വിസ്റ്റ് കൊടുക്കുക. ഞാൻ അർഫാസ് വിളിക്കുമ്പോൾ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത് തന്നെ. അർഫാസിന്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തതിൽ എസ്പെഷ്യലി ന്യൂ ഡയറക്ടേഴ്സിൽ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടാലൻറ്റഡ് ആൻഡ് അത്രയും ക്ലാരിറ്റിയോടെ നമുക്ക് തോന്നില്ല നമ്മളൊരു പുതിയ ഡയറക്ടറുടെ വർക്ക് ചെയ്തത്. അത്ര സ്റ്റെഡ് ഫാസ്റ്റ് ആണ്, അത്രയും ക്ലാരിറ്റി ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിനിമ അല്ലേ ഒരു പുതിയ ഡയറക്ടറിൻ്റെ അടുത്താണെന്നുള്ളത് നമുക്കും കാണുമ്പം അത്ര നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ മെച്ചുവേർഡായിട്ട് അർഫാസിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് വി വുഡ് ബി കണ്ടിന്യൂയിങ് വർക്കിംഗ് ടുഗെദർ ഫോർ ഷുവർ.
അപ്പം ഹീസ് ലൈക്ക് മൈ ഫാമിലി നൗ. അപ്പം വെരി ഹാപ്പി ഫോർ ഹിം ആക്ച്വലി. 14 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയിരിക്കുന്നത്. ആളെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു റിലീസിൻ്റെ ടെൻഷനിൽ തന്നെ ഒരു 10-15 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അർഫാസിൻ്റെ ഭാര്യ കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു ഉറങ്ങുന്നേ ഇല്ലാതെ. അപ്പം അത്രയും ഹാർഡ് വർക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു പടമാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അർഫാസിനും DOP അപ്പു, അതുപോലെ മ്യൂസിക് ഡയറക്ടറിൻ്റെ മലയാളത്തിലുള്ള ഫസ്റ്റ് ലോഞ്ച്. അപ്പോൾ ഒരുപാട് ന്യൂ കമേഴ്സിനെ ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ. അപ്പം വെരി വെരി ഹാപ്പി, വെരി ടച്ച്ഡ്, എക്സൈറ്റഡ്. നമുക്കറിയാം അർഫാസ് സാറുടെ നല്ലൊരു സ്റ്റൈൽ, ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു നല്ല സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല ദ ആക്ടേഴ്സ്, അത് പറയാതിരിക്കാൻ വയ്യ, ആസിഫിക്ക, അമല, എവ്രി വൺ ആർ സൂപ്പർ. DOP സൂപ്പർ DOP ആണ്. ഫ്രെയിം, സ്ക്രീൻ, എവ്രിതിങ് വാസ് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഇവൻ ദ വോയിസ് ഓൾസോ എവ്രിതിങ് വാസ് വെരി ഡീറ്റെയിലിംഗ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയ മൂവിയാണ്. നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. യു ഷുഡ് കം ആൻഡ് വിസിറ്റ് യു.